ഹായ് കൂട്ടുകാരെ, ഹൈ പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയെങ്കിൽ ആ ഒരു വലിയ ഭാഗ്യപദവിയിൽ നമുക്ക് ലഭിച്ചത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മനോജ് ഒരു അനാഥ ബാലനായിരുന്നു. അവന് ഭക്ഷണം കിട്ടിയിരുന്നത് പാതയോരത്ത് ഹോട്ടലുകാരുടെ ദയ കൊണ്ടായിരുന്നു. അവൻ കടത്തിണ്ണകളിലാണ് ഉറങ്ങിയിരുന്നത്. അവന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിൽ പോകാനോ പഠിക്കുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവന് ആഹാരമൊന്നും കിട്ടിയില്ല. എന്നാൽ വിശപ്പും ദാഹവും കൊണ്ട് വളരെ തളർന്നു അവൻ വല്ലാത്തൊരവസ്ഥയിൽ മുമ്പോട്ട് പോയി. അങ്ങനെ അടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറി ചെന്നു അവിടുത്തെ ആൻറ്റിയോട് ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം ചോദിച്ചു. അപ്പോൾ ആ ആൻറ്റിക്ക് അവനോട് മനസ്സലിവ് തോന്നി. ആൻറ്റി വേഗം ഒരു ഗ്ലാസ് പാലും ആഹാരവും അവന് കൊടുത്തു. എന്നിട്ട് അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ചോദിച്ചു, നീ ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കുന്നോ? നിനക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക്, വസ്ത്രവും ഒക്കെ ഞങ്ങൾ തരാം. അപ്പം നേരത്തെ ചിന്തയ്ക്കു ശേഷം അവൻ അത് സമ്മതിച്ചു. ധനാഢ്യരായ മക്കളില്ലാതിരുന്ന ആ ആൻറ്റിക്കും മംഗളിനും അതൊരു വലിയ സന്തോഷത്തിൻ്റെ സന്ദർഭമായിരുന്നു. അവൻ ആ വീട്ടിൽ വളരെ പ്രിയപ്പെട്ട ഒരുവനായി വളർന്നു വന്നു. കേവലം ഒരു തെരുവ് ബാലനായിരുന്ന മനോജ് ഇപ്പോൾ ആ വീട്ടുകാരുടെ മകനായി, അവകാശിയായി വളർന്നു വന്നു. കേവലം മനുഷ്യരായ ഈ ആൻറ്റിയും അങ്കിളും മനോജിനെ സ്വീകരിച്ചപ്പോൾ അവന് കിട്ടിയത് ഇത്രമാത്രം അവകാശങ്ങളാണെങ്കിൽ, നമ്മുടെ വലിയവനായ ദൈവം ഒരു ദൈവ പൈതലിന് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്രയും അഗാധമായ കാര്യങ്ങൾ ഇഹത്തിലും പരത്തിലും ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതെ, നാം പാടാറുണ്ടല്ലോ, യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം, പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? അതെ, സംഗീതക്കാരൻ പറയുന്നത്, അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് സൈന്യം കൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാണ് നാം പറയുന്നത്. അവൻ്റെ നാമം അങ്ങനെയാണ്. അതെ, അപ്പോൾ ആ കോടാനുകോടി സൈന്യങ്ങൾ നമ്മുടേതാണ്. കർത്താവ് നമ്മുടേതാണ്. കോടാനുകോടി സൈന്യങ്ങൾ മാത്രം, സ്വർഗമൊക്കെ നമ്മുടേതാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വാക്തത്വങ്ങൾ, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹവും സന്തോഷവും എല്ലാം നമുക്കുള്ളവരായി നമ്മൾ തീർന്നിരിക്കുകയാണ്. എത്ര ഭാഗ്യമാണതല്ലേ? ഹല്ലേലൂയ. ദൈവം ഒരുക്കിയിട്ടുള്ള ഈ നല്ല സൗഭാഗ്യത്തിലേക്ക് ഇന്നും അനേകരും കടന്നു വരട്ടെ. അതിന് നമുക്കറിയാം, ബോവസ് എന്ന വീണ്ടെടുപ്പുകാർ ആ രൂത്തിനെ വീണ്ടെടുത്തപ്പോൾ ആ രൂത്ത് ബോവസിൻ്റെതായി തീർന്നു. മാത്രമല്ല, അവനുള്ള സമ്പത്തിനും മുഴുവനും ഓഹരിക്കാരിയായി അവൾ മാറി. മാത്രമല്ല, അവളുടെ ബോവസിൻ്റെ ചാർച്ചക്കാരൊക്കെയും രൂത്തിൻ്റെതായി മാറി. അങ്ങനെ എന്തെല്ലാം ബോവസിലുണ്ട് അതെല്ലാം രൂത്തിൻ്റെതായി മാറിയിരിക്കുന്നു. ഇതേപോലെ ദൈവം നമുക്ക് അനേക വാക്തത്വങ്ങൾ, അനേക കാര്യങ്ങൾ നമുക്ക് ഒരുക്കി, നമുക്ക് നിത്യജീവനെ അവൻ തന്നു. ഇന്ന് നമ്മളിൽ അവൻ വസിക്കുന്നു. എത്ര ഭാഗ്യമുള്ള അവസ്ഥയിൽ നമ്മളെ ദൈവമാക്കിയിരിക്കുകയാണ്. നമുക്ക് സ്തോത്രം ചെയ്യാം, കർത്താവിന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതിനോട് ചേർന്ന ഒരു വാക്യമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. അതായത് ഇന്നത്തെ വാക്യം സങ്കീർത്തനങ്ങൾ 33:12. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. സങ്കീർത്തനങ്ങൾ 33:12 നമുക്ക് പാടാം. സങ്കീർത്തനങ്ങൾ 33:12. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. സങ്കീർത്തനങ്ങൾ 33:12. God bless you.